ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ ജില്ലാ ജുഡീഷ്യറി സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സുപ്രീം കോടതിയുടെ അധികാരമുദ്രയും പതാകയും രാഷ്ട്രപതി അനാവരണം ചെയ്യും. സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ച തീരുമാനം വലിയ പരിവർത്തനത്തിന് കളമൊരുക്കുന്നതായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഇന്ത്യയെ ആഗോള ആരോഗ്യക്ഷേമ കേന്ദ്രമാക്കി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിന്റെ മൂല്യം $105 ബില്യൺ ഉയർന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഒരു മാസം നീണ്ടുനിൽക്കുന്ന പോഷൻ മാസാചരണത്തിന് രാജ്യത്ത് ഇന്ന് തുടക്കം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയ്റോ ലോഞ്ച് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 2 ദിവസത്തെ ജില്ലാ ജുഡീഷ്യറി സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമാപന പ്രസംഗം നടത്തും. ഭാരത മണ്ഡപത്തിലെ ചടങ്ങിൽ സുപ്രീംകോടതിയുടെ അധികാരമുദ്രയും പതാകയും രാഷ്ട്രപതി അനാവരണം ചെയ്യും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സുപ്രീംകോടതിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. സുപ്രീംകോടതിയുടെ 75 വർഷത്തെ പ്രവർത്തനത്തിന്റെ സ്മരണികാ നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കിയിരുന്നു. കോടതികളിലെ അടിസ്ഥാന സൌകര്യം, സുരക്ഷ, കേസുകളുടെ മാനേജ്മെന്റ്, പരിശീലനം തുടങ്ങി ജില്ലാ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ 2 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യുന്നുണ്ട്. സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്കും പ്രവേശനം അനുവദിച്ച തീരുമാനം വലിയ പരിവർത്തനത്തിന് കളമൊരുക്കുന്നതായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ലിംഗസമത്വം, ലിംഗനീതി എന്നിവയിലെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു തീരുമാനമെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിലെ കേഡറ്റുകളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. ആഗോള ക്ഷേമത്തിന് സംഭാവന നൽകാനും ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാനുമുള്ള തയ്യാറെടുപ്പാണ് കേഡറ്റുകൾ നടത്തുന്നതെന്ന് ശ്രീ ധൻകർ പറഞ്ഞു. ഋഷികേശ് എയിംസ് ക്യാമ്പസിലും ഇന്ന് ഉപരാഷ്ട്രപതി സന്ദർശനം നടത്തും. ഇവിടെ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യയെ ആഗോള ആരോഗ്യക്ഷേമ കേന്ദ്രമാക്കി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടെ സർക്കാർ 1 ലക്ഷം മെഡിക്കൽ സീറ്റുകൾ കൂടി ചേർത്തിട്ടുണ്ടെന്നും അടുത്ത 5 വർഷത്തിനുള്ളിൽ 75,000 സീറ്റുകൾ കൂടി കൂട്ടിച്ചേർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോളതലത്തിൽ ഏറ്റവും വലിയ അവസരങ്ങളുടെ നാടായി ഇന്ത്യ മാറുകയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. വ്യവസായം സുഗമമാക്കൽ, പരിഷ്കാരങ്ങൾ, സുസ്ഥിരമായ നയം, ഉയർന്ന വളർച്ചാ നിരക്ക് എന്നിവയിലൂടെ ഈ നേട്ടം സാധ്യമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിന്റെ മൂല്യം $105 ബില്യൺ ഉയർന്നതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിൽ 99% ആഭ്യന്തരമായി നിർമ്മിക്കുന്നവയാണെന്ന് ന്യൂഡൽഹിയിൽ ET വേൾഡ് ലീഡർ ഫോറത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. ഈ വർഷം ആപ്പിൾ തങ്ങളുടെ ഏറ്റവും പുതിയ മോഡൽ ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് സുസ്ഥിര ഇലക്ട്രോണിക്സ് ഘടക ആവാസ വ്യവസ്ഥ സ്ഥാപിക്കാൻ സഹായിക്കുന്നതിന് സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്നും ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. ഒരു മാസം നീണ്ടുനിൽക്കുന്ന പോഷൻ മാസാചരണത്തിന് രാജ്യത്ത് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്. സെപ്റ്റംബർ 1 മുതൽ 30 വരെയാണ് രാജ്യത്ത് ദേശീയ പോഷൻ മാസം ആചരിക്കുന്നത്. 7ാമത് ദേശീയ പോഷൻ മാസാചരണത്തിന്റെ ഉദ്ഘാടനം ഇന്നലെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി നിർവഹിച്ചു. ദേശീയ പോഷൻ വാരാചരണത്തിനും ഇന്ന് തുടക്കമായി. വിളർച്ചയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ, പോഷകാഹാരം, വളർച്ചാ നിരീക്ഷണം, പോഷണവും പഠനവും, ഏക് പേഡ് മാ കെ നാം പ്രചാരണം എന്നീ പ്രമേയങ്ങളിൽ ഇത്തവണത്തെ പോഷൻ മാസാചരണം ശ്രദ്ധ കേന്ദ്രീകരിക്കും. രാജ്യത്തുടനീളമുള്ള കുട്ടികൾ, കൌമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കിടയിലെ പോഷകാഹാരക്കുറവിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കും മാസാചരണം ഊന്നൽ നൽകും. മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും പൂരക ഭക്ഷണം സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുന്നതിനുമുള്ള ശില്പശാലകൾ, ആരോഗ്യകരമായ പാചകരീതി മുൻനിർത്തിയുള്ള മത്സരങ്ങൾ, അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുള്ള കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം, വിദഗ്ധരെ ഉൾപ്പെടുത്തിയുള്ള സെമിനാറുകൾ എന്നിവയും മാസാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും അരങ്ങേറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ന്യൂഡൽഹിയിലെ ഡോക്ടർ കർണി സിംഗ് ഷൂട്ടിംഗ് റേഞ്ച് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്നലെ സന്ദർശിച്ചു. റേഞ്ചിലെ സൌകര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തി. ഷൂട്ടിംഗ് റേഞ്ച് മെച്ചപ്പെടുത്താൻ സാധ്യമായ ഇടപെടലുകൾ സംബന്ധിച്ചും കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. അത്ലറ്റുകൾക്ക് ലോകോത്തര നിലവാരമുള്ള കായിക അടിസ്ഥാന സൌകര്യങ്ങളും വിഭവങ്ങളും ലഭ്യമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 40 താരപ്രചാരകരുടെ പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, കെ സി വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, സച്ചിൻ പൈലറ്റ്, ജയറാം രമേശ് തുടങ്ങിയവർ പട്ടികയിൽ ഉണ്ട്.
ബിജെപിയും ജമ്മുകശ്മീരിൽ പ്രചാരണം ഊർജിതമാക്കി. കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ ജി കിഷൻ റെഡ്ഡി ജമ്മുവിലെ വിവിധയിടങ്ങളിൽ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വിസ കാലാവധി കഴിഞ്ഞവർക്കുള്ള 2 മാസത്തെ പൊതുമാപ്പ് പരിപാടിക്ക് UAEയിൽ ഇന്ന് തുടക്കം. രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവർക്ക് താമസം നിയമവിധേയമാക്കാനോ പിഴകളില്ലാതെ സ്വദേശത്തേക്ക് തിരിച്ചു പോകാനോ ഈ പരിപാടിയിലൂടെ കഴിയും. ഇന്ന് പ്രാബല്യത്തിൽ വരുന്ന പരിപാടി അടുത്ത മാസം 30 വരെ തുടരും. ത്രിപുരയിലേക്ക് നിയമവിരുദ്ധമായി കടന്ന 7 ബംഗ്ലാദേശി പൌരന്മാരെ അതിർത്തി രക്ഷാസേന അറസ്റ്റ് ചെയ്തു. ഖോവായി ജില്ലയിലെ രംഗിച്ചേര അതിർത്തി ഔട്ട്പോസ്റ്റിന് സമീപമായിരുന്നു സംഭവം. പിടിയിലായവരിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു. അതിനിടെ അഗർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 റോഹിംഗ്യകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 2ാം ടെർമിനൽ നിർമ്മാണം പൂർത്തിയാക്കിയ 0484 എയ്റോ ലോഞ്ച് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സിയാൽ ഡയറക്ടർ ബോർഡ് യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മിതമായ നിരക്കിൽ മണിക്കൂർ അടിസ്ഥാനത്തിൽ യാത്രക്കാർക്കും അല്ലാത്തവർക്കും വിമാനത്താവള ലോഞ്ച് സൌകര്യം ഉപയോഗപ്പെടുത്താനാകുമെന്ന് സിയാൽ അറിയിച്ചു. 50,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 40ഓളം മുറികൾ, 2 കോൺഫറൻസ് ഹാളുകൾ, ജിം, ലൈബ്രറി തുടങ്ങിയ സൌകര്യങ്ങൾ ലോഞ്ചിൽ ഒരുക്കിയിട്ടുണ്ട്. തനിക്ക് നേരെ ഉയരുന്നത് വ്യാജ ലൈംഗിക ആരോപണങ്ങൾ ആണെന്നും വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടൻ ജയസൂര്യ. ആരോപണങ്ങൾ തന്നെയും കുടുംബത്തെയും തകർത്തെന്ന് US ൽ നിന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിൽ ജയസൂര്യ പറഞ്ഞു. മനസ്സാക്ഷിയില്ലാത്ത ആർക്കും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ എളുപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കേരളത്തിൽ തിരിച്ചെത്തിയാലുടൻ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കോടതിയെ സമീപിക്കുമെന്നും നടൻ ജയസൂര്യ പറഞ്ഞു. പ്രശസ്ത നാടകകൃത്തും സാഹിത്യകാരനുമായ കനവ് ബേബി എന്നറിയപ്പെടുന്ന KJ ബേബി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. വയനാട് നടവയൽ ചീങ്ങോട്ടെ വീടിനോട് ചേർന്നുള്ള കളരിയിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവാണ്. ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന കനവ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകനാണ്. നാടുഗദ്ദികയാണ് പ്രധാന നാടകം. വയനാട്ടിൽ ഉരുൾപൊട്ടൽ മേഖലയിലെ സ്കൂളുകളിൽ പുനഃപ്രവേശനോത്സവം നാളെ നടത്തും. മന്ത്രി V. ശിവൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ ഗവൺമെന്റ് LPS, മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുക. ഇന്ത്യൻ വ്യോമസേന ഡെപ്യൂട്ടി ചീഫ് ഓഫ് എയർ സ്റ്റാഫായി എയർ മാർഷൽ തേജീന്ദർ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ചുമതലയേറ്റു. തുടർന്ന് അദ്ദേഹം ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം അർപ്പിച്ചു. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം 1987 മുതൽ വ്യോമസേനയുടെ ഭാഗമാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി പുരുഷ വിഭാഗം ഷോട്ട് പുട്ട് ഫൈനലിൽ രവി രംഗോലി, പുരുഷന്മാരുടെ ഹൈജമ്പിൽ നിഷാദ് കുമാർ എന്നിവർ ഇന്ന് മത്സരിക്കും. പുരുഷന്മാരുടെ ബാഡ്മിന്റൺ സെമി മത്സരങ്ങളിൽ സുഹാസ് യതിരാജ്, സുഗാന്ത് കദം എന്നിവരും ഇന്ന് മത്സരിക്കുന്നുണ്ട്. 1 സ്വർണം, 1 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 5 മെഡലുകളാണ് ഇതുവരെ ഇന്ത്യ നേടിയിട്ടുള്ളത്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്ക് കിരീടം. പശ്ചിമബംഗാളിലെ വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കന്നി കിരീടം സ്വന്തമാക്കിയത്. US ഓപ്പൺ ടെന്നീസിന്റെ പുരുഷ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയുടെ യുഗി ഫാംറിയും ഫ്രഞ്ച് പങ്കാളി ആൽബാനോ ഒലിവിച്ചിയും മത്സരത്തിനിറങ്ങും. പുരുഷ സിംഗിൾസിൽ മുൻനിര താരങ്ങളായ ജാനിക് സിന്നർ, ഡാനിയൽ മെഡ്വദേവ്, കാസ്പർ റൂഡ്, അലക്സാണ്ടർ സ്വരേവ് എന്നിവർ പ്രീ ക്വാർട്ടറിൽ കടന്നു. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യൻ കൊക്കോ ഗൌഫ്, ലോക 1ാം നമ്പർ താരം ഇഗ സ്വിയാടെക്, ആര്യന സബലങ്ക, ജാസ്മിൻ പാവോലിനി എന്നിവരും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ ജില്ലാ ജുഡീഷ്യറി സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സുപ്രീം കോടതിയുടെ അധികാര മുദ്രയും പതാകയും രാഷ്ട്രപതി അനാവരണം ചെയ്യും. സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ച തീരുമാനം വലിയ പരിവർത്തനത്തിന് കളമൊരുക്കുന്നതായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഇന്ത്യയെ ആഗോള ആരോഗ്യ ക്ഷേമ കേന്ദ്രമാക്കി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിന്റെ മൂല്യം $105 ബില്യൺ ഉയർന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1 മാസം നീണ്ടു നിൽക്കുന്ന പോഷൻ മാസാചരണത്തിന് രാജ്യത്ത് ഇന്ന് തുടക്കം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയ്റോ ലോഞ്ച് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.